പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനം, അവിടെ വാത്മീകി എന്ന സമുദായത്തിനും മൊഴഹാവി സിഖ് എന്ന് പറയുന്നൊരു സമുദായത്തിനും കൂടി മൊത്തം പട്ടികജാതി സംവരണത്തിൻ്റെ 50% നീക്കി വെച്ചുകൊണ്ട് ഒരു സർക്കുലർ ഇറക്കുകയുണ്ടായി. പ്രസ്തുത സർക്കുലറിനെ പല പട്ടികജാതി സംഘടനകളും, പഞ്ചാബിലെ പട്ടികജാതി സംഘടനകളും പഞ്ചാബ് ആൻഡ് ഹരിയാന എന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത സർക്കുലർ റദ്ദ് ചെയ്യുകയും ചെയ്തു. ആ റദ്ദ് ചെയ്ത സർക്കുലറിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയും അങ്ങനെ അപ്പീൽ ഇരിക്കുന്ന അതേ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ ഇരിക്കുന്ന സമയത്ത് പഞ്ചാബ് ഗവൺമെൻറ് ആ സർക്കുലറിൽ എന്താണോ പറഞ്ഞത് അത് നിയമസഭയിൽ ഒരു നിയമമായി പാസ്സാക്കുകയും ചെയ്തു. ആ നിയമത്തിനെ പഞ്ചാബ് ആൻഡ് ഹരിയാനയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്തു. അതിൻ്റെ അപ്പീൽ സുപ്രീം കോടതി വരികയും 5 അംഗ ഭരണഘടനാ ബെഞ്ച് ആദ്യത്തെ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോവുകയും പട്ടികജാതിയിലും പട്ടികവർഗത്തിലും തരംതിരിക്കൽ ആകാം എന്ന് പറയുകയും ചെയ്ത ജഡ്ജിമെൻ്റാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 4 ഇഷ്യൂ ആണുള്ളത്. ഒന്ന്, സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഒരു വിഷയം ഇരിക്കുമ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ് നിയമം പാസ്സാക്കാൻ പറ്റുമോ? 2, പഞ്ചാബ് ആക്ട് എന്നാണ് ബാക്ക്വേർഡ് ആൻഡ് SC/ST ക്ലാസിഫിക്കേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ജോബ്. അപ്പോയിൻമെൻറ്റുകളിലും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബാക്ക്വേർഡിലെ മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്സിനെ പ്രത്യേകമായി സംവരണം കൊടുത്തുകൊണ്ട് നിയമനിർമ്മാണം നടത്തിയ നിയമത്തിന് പറയുന്നത് ഇവിടെ പഞ്ചാബ് ആക്ട് എന്നാണ് പറയുന്നത്. ആ പഞ്ചാബ് ആക്ടിൻ്റെ സെക്ഷൻ 4 സബ് ക്ലോസ് 5-ലാണ് ഈ വ്യവസ്ഥയുള്ളത്. അതായത് വാത്മീകിക്കും മൊഴവാവി സിഖ് എന്ന് പറയുന്ന സമുദായത്തിനും 50% സംവരണം കൊടുത്തത് 4 സബ് ക്ലോസ് 5-ലാണ്. ആ 4 സബ് ക്ലോസ് 5 ഭരണഘടനയിൽ വിരുദ്ധമാണോ അതോ ഭരണഘടനാപരമായി നിലനിൽക്കുമോ എന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും സബ് ക്ലാസിഫിക്കേഷൻ നടത്താൻ ഭരണഘടനാപരമായി നിയമസഭയ്ക്ക് അധികാരമുണ്ടോ എന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 341 പ്രകാരം പട്ടികജാതി ലിസ്റ്റും പട്ടികവർഗ ലിസ്റ്റും 1950-ലെ പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരമാണ് വന്നിട്ടുള്ളത്. പ്രസിഡൻഷ്യൽ ഓർഡറിനെ കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയുമോ? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ പ്രധാനമായും 4 നിയമപരമായ പ്രശ്നങ്ങളാണ് ഈ കേസിൽ ഉന്നയിക്കുന്നത്. ഇത് സിമ്പതിയോ സെൻറ്റിമെൻസോ ഒന്നും ഇവിടെ ഉന്നയിക്കപ്പെടുന്നതിന് യാതൊരു പരിഗണനയുമില്ല എന്നാണ് പറയുന്നത്. സിമ്പതി സെൻറ്റിമെൻസിനെയും കുറിച്ചുള്ള വാദമല്ല, ഒരാൾക്ക് സംവരണം കിട്ടിയോ മറ്റൊരാൾക്ക് സംവരണം കിട്ടിയില്ലയോ എന്ന വാദമല്ല പ്രധാനമായിട്ടുള്ളത്. നിയമപരമായി ഇതൊക്കെ നിലനിൽക്കുമോ എന്ന വാദമാണുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ തവണ വരെ നമ്മൾ പറഞ്ഞത് ഇതിന് തൊട്ട് മുകളിലാണ്. ഇനി നമ്മൾ പാർട്ട് 7 വി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ 5 അംഗ ബെഞ്ച് മേ സമ്മറൈസ് അവർ ആൻസർ. അപ്പോൾ നമ്മൾ നമ്മുടെ ആൻസറിനെ സമ്മറൈസ് ചെയ്യുകയാണ്, ചുരുക്കുകയാണ്. എങ്ങനെ? ഇന്ദിര സൊഹാനി കേസ്. ടു ദ വേരിയസ് ക്വസ്റ്റ്യൻ ഡെൽറ്റ് വിത്ത് ആൻസർ ഹിയർ ഇൻ അബോവ്. മുകളിൽ പറഞ്ഞ ചർച്ചകളിലെ എല്ലാ ആൻസറും നമ്മൾ താഴെ ചുരുക്കി പറയുകയാണ്. 1, 2 ഇതൊന്നും ഇപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ട് മിണ്ടുന്നില്ല. 3, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുന്നത്? എ കാസ്റ്റ് ക്യാൻ ബി ആൻഡ് ക്വയറ്റ് ഓഫൺ ഈസ് എ സോഷ്യൽ ക്ലാസ് ഇൻ ഇന്ത്യ. ഒരു ജാതി, പട്ടികജാതി കേരളത്തിൽ 53 ജാതികളാണ് സബ്ജക്റ്റ് ടു കറക്ഷൻ. പട്ടികവർഗം 36 ദാറ്റ് ഓൾസോ സബ്ജക്റ്റ് ടു കറക്ഷൻ. കാരണം എൻ്റെ പുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്. അതിൽ കൂടുതൽ അറിവുള്ളവർ അത് കറക്റ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാൻ തയ്യാറുമാണ്. ഓക്കെ, അങ്ങനെ എന്താ പറഞ്ഞത്? എ കാസ്റ്റ് ക്യാൻ ബി ആൻഡ് ക്വയറ്റ് ഓഫൺ ഈസ് എ സോഷ്യൽ ക്ലാസ് ഇൻ ഇന്ത്യ. ഒരു ജാതി
ഒരു പ്രത്യേക ക്ലാസ്സാണ് ഇന്ത്യയിൽ. ഇഫ് ഇറ്റ് ഈസ് ബാക്ക്വേർഡ് സോഷ്യലി, അത് സാമൂഹികപരമായി പിന്നോക്കം ആണെങ്കിൽ ഇറ്റ് വുഡ് ബി ബാക്ക്വേർഡ് ക്ലാസ് ഫോർ ദ പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4. 16 സബ് ക്ലോസ് 4 പ്രകാരം അത് സാമൂഹികപരമായി പിന്നോക്കം നിൽക്കുന്ന ക്ലാസ് ആണെങ്കിലും ഒരു ക്ലാസ് ഒരു പ്രത്യേക ക്ലാസ്സാണ്, അതിനെ മറ്റൊരു ക്ലാസ്സുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് അനുകൂലമായ വാദഗതികളും പ്രതികൂലമായ വാദഗതികളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആർട്ടിക്കിൾ 16(4) എന്താ പറയുന്നത്? നമ്മൾ എന്നും വായിച്ച് കേൾപ്പിക്കുന്നതാണ്. ഇപ്പോൾ പുതിയ കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്. 16(4) പറയുന്നത്, ഈ അനുച്ഛേദത്തിൽ, ഭരണഘടനയുടെ ഈ അനുച്ഛേദത്തിൽ യാതൊന്നും രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായിടത്തോളം പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു ജനവിഭാഗത്തിന്, പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിലെ പൗരന്മാർക്ക് നിയമനങ്ങളിലോ തസ്തികകളിലോ സംവരണം ചെയ്യുന്നതിന് ഏതെങ്കിലും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിന് രാഷ്ട്രത്തെ തടയുന്നില്ല. ഇവിടെ രാഷ്ട്രത്തെ എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ, അത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. എൻ്റെ അഭിപ്രായത്തിൽ അത് പാർലമെൻറ്റാണ്, നിയമസഭയല്ല. രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ എന്തു ചെയ്യാൻ പാടില്ല, അങ്ങനെ പ്രത്യേകമായി തരംതിരിക്കുന്നതിനെ തെറ്റല്ലെന്നാണ് പറഞ്ഞത്. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാം. യാതൊന്നും രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള സർവീസുകളിൽ മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നിയമത്തിലെ തസ്തികകളിലോ നിയമനങ്ങളിലോ സംവരണം ചെയ്യുന്നതിൽ നിന്നും വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്നും രാഷ്ട്രത്തെ തടയുന്നില്ല. അത് പിന്നോക്കം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വാക്ക് പിന്നോക്കം എന്നാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്നവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വാദഗതി മുന്നോട്ട് വെക്കാം. 16(4) ബാക്ക്വേർഡിനെ കുറിച്ചാണ് പറയുന്നത്, ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ചല്ല പറയുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു വാദം വെക്കാവുന്നതാണ്. എമംഗ് നോൺ ഹിന്ദുസ്, ഹിന്ദുക്കളല്ലാത്തവർ, there are several occupational groups, sects and denominations which for historical reason are socially backward. Among non-Hindus, ഹിന്ദുക്കളല്ലാത്തവർ. അപ്പം വളരെ വ്യക്തമാണ് എന്താണത്, അത് ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ചല്ല പറയുന്നത്. എമംഗ് നോൺ ഹിന്ദുസ്, ഹിന്ദുക്കളല്ലാത്തവർ, there are several occupational group, ജോലി അടിസ്ഥാനത്തിൽ ചിലരെ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ജോലി അടിസ്ഥാനത്തിൽ ഒരു സെറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ആൻഡ് ഡിമോണിഷൻസ് എന്ന് പറഞ്ഞാൽ പ്രത്യേക പേരുകൾ നൽകി കൊടുത്തിട്ടുണ്ട്. വിച്ച് ഫോർ ഹിസ്റ്റോറിക്കൽ റീസൺ, അതെല്ലാം ഉണ്ടായത് ചരിത്രപരമായ പല കാരണങ്ങൾ കൊണ്ടാണ്. വിച്ച് ഈസ് ഫോർ സം ഹിസ്റ്റോറിക്കൽ റീസൺസ്. ആർ സോഷ്യലി ബാക്ക്വേർഡ്, അങ്ങനെ ചരിത്രപരമായ കാരണങ്ങളാൽ പ്രത്യേകമായ ജോലിയുടെ അടിസ്ഥാനത്തിലോ പ്രത്യേകമായ സെറ്റുകൾ തരംതിരിക്കിൻ്റെ അടിസ്ഥാനത്തിലോ ഒരു വിഭാഗം പിന്നോക്കമായത് ചരിത്രപരമായ പല കാരണങ്ങളും കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നുണ്ട്. ദേ ടു റെപ്രസെൻറ്റ് ബാക്ക്വേർഡ് സോഷ്യൽ കളക്റ്റീവ്ലി, അവർ വളരെയേറെ ബാക്ക്വേർഡ് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ? കളക്റ്റീവ്ലി. അവർ ബാക്ക്വേർഡായത് പല ഗ്രൂപ്പുകളായി ബാക്ക്വേർഡായിട്ടുണ്ട്. കളക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ സംഘടിതമായി. കളക്റ്റിവിറ്റീസ് ഫോർ ദ പർപ്പസ് ഓഫ് ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4. 16 സബ് ക്ലോസ് 4 നമ്മളിപ്പോൾ വായിച്ചതാ. രാഷ്ട്രത്തിൻ്റെ അഭിപ്രായത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ പ്രത്യേക നിയമനങ്ങളിലോ തസ്തികകളിലോ അവർക്ക് മതിയായ പ്രാതിനിധ്യമില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അത് രാഷ്ട്രം പ്രത്യേക നിയമനിർമ്മാണം നടത്തേണ്ടതാണ്. നിയമസഭ പ്രത്യേക സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നിയമം നടത്തണമെന്ന് പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കാവുന്നതാണ്. മാത്രമല്ല അത് ബാക്ക്വേർഡിനെ കുറിച്ചാണ് പറയുന്നത്, ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ചല്ല എന്നും ഒരു വാദം മുന്നോട്ട് വെക്കാവുന്നതാണ്. അടുത്തത്, ക്രീമി ലെയർ മസ്റ്റ് ബി എക്സ്ക്ലൂഡഡ്. ക്രീമി ലെയർ പൂർണ്ണമായും എന്ത് ചെയ്യണം? ഒഴിവാക്കപ്പെടണം. എന്തുവാ പറയുന്നത്? ക്രീമി ലെയർ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർ സംവരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടണം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ OBC
നോട്ട് ഫോർ SC ആൻഡ് ST. ഇത് നമ്മൾ പറയുന്ന കേസ് വേറെയാണ് കേട്ടോ. SC ST കുറിച്ചല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്, OBC കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. There is no constitutional bar to classify backward classes of citizens into backward and more backward classes. ബാക്ക്വേഡ് ക്ലാസ്സസ് എന്ന് പറയുന്ന പൗരന്മാരെ മോസ്റ്റ് ബാക്ക്വേഡ് ക്ലാസ്സസ് എന്നും മോർ ബാക്ക്വേഡ് ക്ലാസ്സസ് എന്നും തരംതിരിക്കുന്നത് എന്തല്ല, തെറ്റല്ല എന്ന് പറയുന്നു. അതിനുശേഷം എംഫസൈസ് സപ്ലൈഡ്, അതിനുശേഷം ഒത്തിരി ഘടകങ്ങളും അവിടെ വിശദീകരിക്കപ്പെടുന്നു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? OBC കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത് ദി ഒപ്പീനിയൻ എക്സ്പ്രസ്ഡ് ബൈ PB സ്വാവന്ത് ജസ്റ്റിസ് ഫോർ ഹിംസെൽഫ് എക്സ്ട്രാക്റ്റഡ് ഹെയർ അണ്ടർ. അപ്പോൾ PB സാവന്ത് ജസ്റ്റിസ് പറഞ്ഞ വാക്യങ്ങൾ അവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി താഴെ പറയുന്നത് ജഡ്ജിയുടെ അഭിപ്രായങ്ങളാണ്. 28ാമത്തെ പേജ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ആസ് റിഗാർഡ്സ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഈ വിഷയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പരിശോധിച്ചാൽ, ഇൻ ബാലാജി കേസ് ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് the backward classes cannot be further classified in backward and more backward classes. അവിടെയും ഒരു കോൺട്രവേഴ്സൽ സബ്ജക്റ്റാണ് വന്നേക്കുന്നത്. ബാക്ക്വേഡ് ക്ലാസ്സിനെ മോർ ബാക്ക്വേഡ് എന്നും ബാക്ക്വേഡ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പാടില്ല എന്ന് അവിടെ പറഞ്ഞേക്കുന്നത്. പല ജഡ്ജിമാർക്കും പല അഭിപ്രായമാണ്. ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് the backward classes cannot be further classified into backward and more backward classes. These observations, although made in the context of Article 15 sub clause 4, ആർട്ടിക്കിൾ 15 ക്ലോസ് 4ലും ഇത് തന്നെ പറയുന്നുണ്ട്. ആരാണ് മൈക്ക് ഓണാക്കി വെച്ചേക്കുന്നേ? ഇത് പ്രസന്റേഷൻ പോയി. പ്രസന്റേഷൻ പോയോ? ശരി ശരി, പ്രസന്റേഷൻ പോയെങ്കിൽ പ്രസന്റേഷൻ ഇടാം, ഡോൺ വറി. ഓക്കെ, നോക്കൂ, നമ്മളെന്താ പറഞ്ഞേ? ദീസ് ഒബ്സർവേഷൻസ് ഓൾദോ മെയ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ആർട്ടിക്കിൾ 15 സബ് ക്ലോസ് 4. ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താ? മതമോ വർഗമോ ജാതിയോ ലിംഗമോ ജന്മസ്ഥലമോ കാരണത്താൽ പൗരന്മാരെ വേർതിരിക്കാൻ പാടില്ല എന്നാണ് 15 പറയുന്നത്. പക്ഷേ 15 ക്ലോസ് 4 പറയുന്നത് എന്താ? അത് രസമാണ് കേട്ടോ. ഈ അനുച്ഛേദത്തിലെ 29ാം അനുച്ഛേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ 15ൻ്റെ അടിസ്ഥാനത്തിലും 29ൻ്റെ അടിസ്ഥാനത്തിലും രണ്ടാം ഖണ്ഡത്തിലെ ഉള്ളതും ഉള്ള യാതൊന്നും സാമൂഹികവും വിദ്യാഭ്യാസപരവും പിന്നോക്കം നിൽക്കുന്ന ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടിയോ പട്ടികജാതി പട്ടികവർഗ ഗോത്രങ്ങൾക്ക് വേണ്ടിയോ ഏതെങ്കിലും പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കുന്നതിൽ നിന്ന് രാഷ്ട്രത്തെ തടയുന്നില്ല. അത് വളരെ വ്യക്തമായിട്ട് അവിടെ പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം മുകളിൽ പറഞ്ഞത് OBC പിന്നോക്കക്കാരുടെ കാര്യമാണ്, പട്ടികജാതിക്കാരുടെ കാര്യമല്ല. അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെയും പറയുന്നത് രാഷ്ട്രത്തെ തടയുന്നില്ലെന്നാ, പാർലമെൻറ്റിനെ തടയുന്നില്ലെന്നാ, അല്ലാതെ സംസ്ഥാന ഗവൺമെൻറ്റിനെ തടയുന്നില്ല എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ തരംതിരിച്ച് നിയമം ഉണ്ടാക്കാൻ പാടില്ലെന്ന്. അടുത്തത്, ദി ഒബ്സർവേഷൻസ് വെയർ മെയ്ഡ് വൈൽ ഡീലിംഗ് വിത്ത് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ നാഗഗൗഡ കമ്മിറ്റി. ഈ കമ്മിറ്റികളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും നമുക്കറിയത്തില്ല കേട്ടോ, നമ്മളൊന്നും പഠിച്ചിട്ടില്ല, അതാണ് കാര്യം. ദ ഒബ്സർവേഷൻസ് വെയർ മെയ്ഡ് വൈൽ ഡീലിംഗ് വിത്ത് ദ റെക്കമെൻഡേഷൻ ഓഫ് ദ നാഗഗൗഡ കമ്മിറ്റി അപ്പോയിൻറ്റ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് കർണാടക വിച്ച് ഹാഡ് റെക്കമെൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഇൻ 2 ഡിവിഷൻസ്. അത് വളരെ വ്യക്തമായി പറയുന്നു. OBC എന്ന വിഭാഗത്തിനെ നാഗഗൗഡ കമ്മിറ്റി, കർണാടക സ്റ്റേറ്റ് അപ്പോയിൻറ്റ് ചെയ്ത നാഗഗൗഡ കമ്മിറ്റി 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ദ ബാക്ക്വേർഡ് ആൻഡ് മോർ ബാക്ക്വേർഡ്. SCയിലല്ല കേട്ടോ, അത് OBCയിലാണ്. അപ്പോൾ അവൾ ആ സെൻറ്റൻസ് മനസ്സിലായി കാണും. അപ്പോൾ നാഗഗൗഡ കമ്മിറ്റി, കർണാടക ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ് ചെയ്ത നാഗഗൗഡ കമ്മിറ്റി OBC വിഭാഗത്തിനെ 2ആയി തരംതിരിച്ചു. ഓക്കെ, while making those recommendations the committee had applied one test. ആ കമ്മിറ്റി എന്ത് ടെസ്റ്റാണ് ഇവരെ 2ആയി തരംതിരിക്കാൻ ഉപയോഗിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ്? was the standard of educational community in the question
ലെസ് ദാൻ 50% ഇൻ ദ സ്റ്റേറ്റ് ആവറേജ്. സ്റ്റേറ്റ് ആവറേജ് വിദ്യാഭ്യാസത്തിൽ നിന്നും ആ കമ്മ്യൂണിറ്റിക്ക് സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ 50% കുറവാണെങ്കിൽ അവരെന്താണ്? മോർ ബാക്ക്വേഡാണ്. If it was, the community was regarded more backward and it was not, the community regarded as backward. 50% അവരുടെ വിദ്യാഭ്യാസ നിലവാരമുണ്ടെങ്കിൽ അവർ ബാക്ക്വേഡും 50% താഴെയാണെങ്കിൽ അത് മോർ ബാക്ക്വേഡുമാണ് എന്നാണ് നാഗഗൗഡ കമ്മിറ്റി കർണാടകത്തിൽ കണ്ടെത്തിയത്. The court opined that the subclassification made by the report and other based thereupon was not justified under Article 15 Clause 4, which authorized special provision being made for really backward classes. അവിടെ പറഞ്ഞ എന്താണ്? അത് അങ്ങനെ പറഞ്ഞത് കോർട്ട് ഒപ്പീൻഡ് ദാറ്റ്, കോടതി പറഞ്ഞു, ദ സബ് ക്ലാസിഫിക്കേഷൻ മെയ്ഡ് ബൈ ദ റിപ്പോർട്ട്, നാഗഗൗഡ കമ്മിറ്റി പറഞ്ഞ ആ സബ് ക്ലാസിഫിക്കേഷൻ 15(4) പെടുന്ന ഭരണഘടനയുടെ 15(4) അടിസ്ഥാനത്തിൽ നടത്തിയ സബ് ക്ലാസിഫിക്കേഷൻ which authorize special provision being for really backward classes. യഥാർത്ഥ ബാക്ക്വേഡ് ക്ലാസ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രൊവിഷനാണ് 15(4) പറഞ്ഞിരിക്കുന്നത്. അതാണ് കർണാടക ഗവൺമെൻറ് നടപ്പാക്കിയത് എന്നാണ് കോടതി അവിടെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ദ കോർട്ട് ഫർദർ ഒബ്സേർഡ് ദാറ്റ്, കോടതി വീണ്ടും ഒബ്സേർഡ് ദാറ്റ്, നിരീക്ഷിച്ചു. എങ്ങനെ നിരീക്ഷിച്ചു? In introducing 2 categories of backward classes, what imbued order is substance of perpetrated to do was devise measures for the benefit of all the class of citizens who are less advanced compared to the most backward classes in the state. അവിടെ പറഞ്ഞ എന്താ? കോർട്ട് ഫർദർ ഒബ്സേർഡ് ദാറ്റ്, കോടതി വീണ്ടും നിരീക്ഷിച്ചത്, ഇൻ ഇൻട്രൊഡ്യൂസിങ് 2 categories, 2 കാറ്റഗറികളെ ബാക്ക്വേഡ് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് what the imbued order was substance of purported to do was deserved the measure. അത് ആ രീതി, വാട്ട് ഇമ്പ്യൂൺഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചലഞ്ച് ചെയ്യപ്പെട്ട ഓർഡർ, കോടതിയുടെ മുമ്പിലുള്ള ഓർഡർ, ഇമ്പ്യൂൺഡ് ഓർഡർ ഇൻ ദ സബ്സ്റ്റൻസ് പർപ്പോർട്ട് ടു ഹാവ് ഡിവൈസ് മെഷേഴ്സ്, അതൊരു ഡിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അളക്കുന്നതിന് വേണ്ടി ഒരു മാനദണ്ഡമായി മാറിയിട്ടുണ്ട്. ഇതിനെയൊക്കെയാണ് ബാക്ക്വേഡ് ക്ലാസ്സിനെയും മോർ ബാക്ക്വേഡ് ക്ലാസ്സിനെയും. For the benefit of all the classes of citizens who are less advanced compared to most backward and classes of in the state. ഒരു സ്റ്റേറ്റിൽ ബാക്ക്വേഡ് ക്ലാസ് ഉണ്ടോ മോസ്റ്റ് ബാക്ക്വേഡ് ക്ലാസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടൂളായി, ഒരു ഡിവൈസായി ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ദാറ്റ് അക്കോർഡിംഗ്ലി, എന്ത് പറ്റി സുകുമാര സാറേ? പ്രസന്റേഷൻ പോയി, അതുകൊണ്ടാണ്. വീണ്ടും പോയല്ലേ? ശരി, നമ്മുടെ ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. നമ്മളെന്താ പറഞ്ഞേ? യെസ്, ദാറ്റ് അക്കോർഡിംഗ് ദ കോർട്ട് വാസ് നോട്ട് സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 15 സബ് ക്ലോസ് 4. അതുകൊണ്ട് ദാറ്റ് അക്കോർഡിംഗ് ടു ദ കോർട്ടിൻ്റെ അഭിപ്രായത്തിൽ വാസ് നോട്ട് ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 15 ക്ലോസ് 4. അങ്ങനെ തരംതിരിച്ചതും ഇവിടെ കോടതി വേറൊരു ജഡ്ജി പറയുന്നത് എന്താണ്? അത് കോടതിയുടെ പരിധിക്കകത്ത് പെടുന്നതല്ലെന്ന്. നോട്ട് ദ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 15 ക്ലോസ് 4. നമ്മൾ മുമ്പേ വായിച്ച് കേൾപ്പിച്ച ആർട്ടിക്കിൾ 15 ക്ലോസ് 4ൻ്റെ പരിധി വരുന്നില്ല. ദ റിസൾട്ട് ഓഫ് ദാറ്റ് മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ദ ഇമ്പ്യൂൺഡ് ഓർഡർ വാസ് ദാറ്റ് നിയർലി 90% ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് സ്റ്റേറ്റ് വാസ് treated as backward, and that observed the court illustrated how that order in the fact divided the population of the state into most advanced and the rest. ഇവിടെ ചോദിക്കുന്ന ചോദ്യം വളരെ സമർത്ഥമായ ചോദ്യം. ഒരു സംസ്ഥാനത്തിൻ്റെ മൊത്തം 90%, മൊത്തം ജനത്തിൻ്റെ 90%വും ബാക്ക്വേഡ് ക്ലാസ് ആവുകയും ബാക്കിയുള്ളത് അഡ്വാൻസ്ഡ് ക്ലാസ് ആവുകയും ചെയ്യുന്ന ആ ടെസ്റ്റ് എങ്ങനെയാണ് നടത്തിയത് എന്നാണ് ചോദ്യം. നോക്കൂ, ദ റിസൾട്ട് ഓഫ് ദാറ്റ് മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ദ ഇമ്പ്യൂൺഡ് ഓർഡർ. ഇവിടെ കോടതിക്ക് ചലഞ്ച് ചെയ്യപ്പെട്ട് വന്ന, കോടതിയുടെ പരിഗണനയിൽ വന്ന ഓർഡർ വാസ് ദാറ്റ് നിയർലി 90% ഓഫ് പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് വാർ ട്രീറ്റഡ് ആസ് ബാക്ക്വേഡ്. ഒരു സംസ്ഥാനത്തിൻ്റെ 90% ജനങ്ങളും ബാക്ക്വേഡ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്.
ട്രീറ്റ് ദാറ്റ് ആൻഡ് ദാറ്റ് മാത്രമല്ല observed by the court illustrated how the order in fact divided the population of state into most advanced and the rest. 10% പേര് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണെന്നും 90% പേര് ബാക്ക്വേർഡ് എന്നും എങ്ങനെയാണ് ഗവൺമെൻറ് കണ്ടെത്തിയത് എന്നാണ് ഇവിടെ കോടതി ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പുട്ടിങ് ദ ലേറ്റർ ഇൻ ടു 2 കാറ്റഗറീസ്. അപ്പോൾ ആദ്യം 10% അഡ്വാൻസ് ക്ലാസ് എന്ന് കണ്ടു, 90% ബാക്ക്വേർഡ് ക്ലാസ് എന്ന് കണ്ടു. അതിനുശേഷം എന്ത് കണ്ടു? ബാക്ക്വേർഡിനെ തന്നെ രണ്ടാക്കുന്നു. അവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ബാക്ക്വേർഡ് ക്ലാസ് അഗൻസ്റ്റ് ദോസ് ആൻഡ് പുട്ടിങ് ദ ലേറ്റർ ഇൻ ടു 2 കാറ്റഗറീസ്, ബാക്ക്വേർഡ് ആൻഡ് മോർ ബാക്ക്വേർഡ്. ആദ്യത്തെ ഒരു ക്ലാസ് എന്താ? അഡ്വാൻസ്ഡ്. രണ്ടാമത്തെ ക്ലാസ് മൊത്തം ബാക്ക്വേർഡ്, അതിനകത്ത് മോർ ബാക്ക്വേർഡ്. ദസ് ദ വ്യൂ ടേക്കൺ ദെയർ എഗൻസ്റ്റ് ദ സബ് ക്ലാസിഫിക്കേഷൻ വാസ് ഓൺ ദ ഫാക്ട് ദാറ്റ് cases which showed that the almost 90% of population of the state was classified into backward and backwardness of the backward against of the more backward. അപ്പോൾ 90% പേരെ പിന്നെ എങ്ങനെ ഡിവൈഡ് ചെയ്തു? ബാക്ക്വേർഡ്നെസ് ഓഫ് ദ ബാക്ക്വേർഡ്, ബാക്ക്വേർഡ് ക്ലാസ്സിലെയും ബാക്ക്വേർഡ് ക്ലാസ് എന്ന് കാറ്റഗറൈസ് ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? ബീയിങ് മെഷേർഡ് ഇൻ ദ കമ്പാരിസൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ക്ലാസ്സസ് ഇൻ ദ സ്റ്റേറ്റ്. ആ സംസ്ഥാനത്തിനെ മോസ്റ്റ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിറ്റിയുമായി താരതമ്യം ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ദോസ് ഹൂ വെയർ ലെസ് അഡ്വാൻസ്ഡ്, ആരാണോ ലെസ് അഡ്വാൻസ്ഡ് ആയത്, ദാൻ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ക്ലാസ്സിൽ നിന്ന് ലെസ് അഡ്വാൻസ്ഡ് ആയത് വേർ ഓൾ ക്ലാസിഫൈഡ് ആസ് ബാക്ക്വേർഡ്, അവരെ എല്ലാവരെയും ബാക്ക്വേർഡ് ആക്കി. ദ കോർട്ട് ഹെൽഡ് ദാറ്റ്, എന്നിട്ട് കോടതി പറയുന്നു, it is the more backward or who were really backward who alone would entail to benefit of the provision of Article 15 subclause 4. അങ്ങനെ ഉള്ള ബാക്ക്വേർഡ് ക്ലാസ്സസ് the court held that, കോർട്ട് ഇങ്ങനെ പറയുന്നു, it is more backward or who are really backward. മോർ ബാക്ക്വേർഡ് ആണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ളവർ would alone, അവർ മാത്രം, would alone, who alone would be entailed the benefit of the provision of Article 15 subclause 4. അപ്പോൾ ബാക്ക്വേർഡ് ക്ലാസ്സിന് 15 ക്ലോസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല, പിന്നെ ആർക്ക് കിട്ടും? മോസ്റ്റ് ബാക്ക്വേർഡിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ എന്നാണ് ആര് പറയുന്നത്? കോടതി ആ കേസിൽ പറഞ്ഞത്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, while the more backward class were classified there rightly as backward, the backward were not classified rightly as backward. അപ്പോൾ പറയുന്നത് എന്താണ്? ഇപ്പം ബാക്ക്വേർഡും ഉണ്ട് മോർ ബാക്ക്വേർഡും ഉണ്ടെങ്കിൽ ബാക്ക്വേർഡിനെ ശരിയായ രീതിയിലല്ല ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. 90% ബാക്ക്വേർഡ് ഇല്ല, മോസ്റ്റ് ബാക്ക്വേർഡ് മാത്രമേ ബാക്ക്വേർഡ് ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട കോടതി അവിടെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അടുത്ത പാരഗ്രാഫ് നോക്കൂ. ഇറ്റ് മേ ബി പോയിന്റഡ് ഔട്ട് ദാറ്റ് ഇൻ വസന്തകുമാർ കേസ് 1985, ചിന്നപ്പ റെഡ്ഡി ജസ്റ്റിസ് ആഫ്റ്റർ റെഫറിംഗ് ടു ദ അഫോഴ്സഡ് വ്യൂ ഇൻ ബാലാജി കേസ്, ബാലാജി കേസിലെയും വസന്തകുമാർ എന്ന് പറയുന്ന കേസിലെയും താരതമ്യം ചെയ്തതിന് ശേഷം ചിന്നപ്പ റെഡ്ഡി എന്ന് പറയുന്ന ജഡ്ജി പറഞ്ഞത്, ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ പ്രയോറിറ്റി ഓഫ് സച്ച് ടെസ്റ്റ് മേ ബി ഓപ്പൺ ടു ദ ക്വസ്റ്റ്യൻ ഓൺ ദ ഫാക്ട്സ് of each case, but this was no reason why on principle there cannot be classification to backwards and more backwards if both the classes are not merely little behind but far behind the most advanced classes. മോസ്റ്റ് അഡ്വാൻസ്ഡ് ക്ലാസ്സസുമായി താരതമ്യം ചെയ്യുമ്പോൾ ലെസ് ബാക്ക്വേർഡ് ക്ലാസ്സിനെയോ ഫാർ ബിഹൈൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസും എന്ന് താരതമ്യം ചെയ്യുന്നത് ആരുമായി താരതമ്യം ചെയ്തിട്ടാണ്? മോസ്റ്റ് അഡ്വാൻസ്ഡ് ക്ലാസ്സുമായി താരതമ്യം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തത് എന്നാണ് അവിടുത്തെ ചോദ്യം. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒബ്സർവ്ഡ് ദാറ്റ് ദ പ്രയോറിറ്റി ഓഫ് സച്ച് ടെസ്റ്റ്, ഇപ്പോൾ ബാക്ക്വേർഡിനെ കണ്ടുപിടിച്ച ടെസ്റ്റ്
may be open to the question of fact in each case, but there was no reason why, on principle, there cannot be a classification to work backwards, more backwards, if both classes are not merely little behind. ആ ബാക്ക്വേർഡ് മോസ്റ്റ് ബാക്ക്വേർഡ് എന്നും പറയുന്നത് വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളെങ്കിൽ അവരെ വീണ്ടും ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ബാക്ക്വേർഡ് എന്ന് പറയുന്നവരും മോർ ബാക്ക്വേർഡ് എന്ന് പറയുന്നവരും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ബട്ട് എന്നാൽ ഫാർ ആൻഡ് ഫാർ ബിഹൈൻഡ് വളരെ അധികം വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ക്ലാസ്സസുമായി ബാക്ക്വേർഡിലെ ഒരു വിഭാഗത്തിന് വലിയ അന്തരമുണ്ടെങ്കിൽ അതാകാം. അപ്പോൾ അവിടുത്തെ ടെസ്റ്റ് വളരെ വ്യക്തമായി പറയുന്നത് ഈ മോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് താരതമ്യം ചെയ്യുന്നത് ആരെ നോക്കിയിട്ടല്ല, ബാക്ക്വേർഡിനെ നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. ആരെയാ? അഡ്വാൻസ്ഡ് ക്ലാസ്സിനെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ മോർ ബാക്ക്വേർഡ് ക്ലാസ്സും മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്സും തമ്മിൽ ഒത്തിരി അന്തരം ഉണ്ടായിരിക്കണമെന്ന് അവിടെ പറയുന്നു. ഓക്കെ, അടുത്തത്. He further observed that, in fact, such a classification would be necessary to help the more backward classes. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നാൽ മോർ ബാക്ക്വേർഡ് ക്ലാസ്സിനെ കണ്ടെത്താൻ കഴിയും. അതർവൈസ് അല്ലെങ്കിൽ those backward classes who might be little more advanced than the more backward classes would walk away with all the seats just reserved was conferred to more backward classes, and no reservation was made to slightly more advanced of the backward classes. അവിടെ എന്താ പറഞ്ഞേ? അവിടെ നമ്മൾ മുമ്പേ പറയുന്ന ആസ്പെക്റ്റാണ് പറയുന്നത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ആസ്പെക്റ്റ്. എന്താ ആസ്പെക്റ്റ്? അങ്ങനെ അഡ്വാൻസ് ക്ലാസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ മോർ ബാക്ക്വേർഡ് ക്ലാസ്സിനെ തരംതിരിച്ച് അവർക്ക് പ്രത്യേക സംരക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ് എല്ലാം കൊണ്ടുപോവുകയും അവരുടെ മോർ ബാക്ക്വേർഡ് ക്ലാസ് എന്നും അവിടെ നിലനിൽക്കുകയും ചെയ്യും. The backward classes would again no seats, since the advanced classes would walk away with all the seats available to general category. ജനറൽ കാറ്റഗറിക്ക് കിട്ടുന്നതും എല്ലാ സീറ്റുകളും ആര് കൊണ്ടുപോകും? അഡ്വാൻസ്ഡ് ക്ലാസ്സും ബാക്ക്വേർഡ് ക്ലാസ്സും കൊണ്ടുപോകും. മോർ ബാക്ക്വേർഡ് ക്ലാസ് എന്ത് കിട്ടത്തില്ല? സീറ്റുകൾ കിട്ടില്ല എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എന്തുവാ? വിത്ത് റെസ്പെക്ട് ടു ദിസ് ഈസ് ദ കറക്റ്റ് വ്യൂ ഓഫ് ദ മാറ്റർ. അങ്ങനെ പറയുമ്പോൾ ഇതാണ് ഒരു വസ്തുതയുടെ യഥാർത്ഥ വിഷയമെങ്കിൽ, വിത്ത് റെസ്പെക്ട് ദിസ് ഈസ് ദ കറക്റ്റ് വ്യൂ ഓഫ് ദ മാറ്റർ. എന്താണ്? സബ് ക്ലാസിഫിക്കേഷൻ്റെ യഥാർത്ഥ മാറ്റർ ഇതെന്നിരിക്കെ വെദർ ദ ബാക്ക്വേർഡ് ക്ലാസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ബാക്ക്വേർഡ് ആൻഡ് മോർ ബാക്ക്വേർഡ് വുഡ് ബി ഡിപ്പെൻഡ് അപ്പോൺ ദ ഫാക്ട്സ് ഓഫ് വിച്ച് കേസ്. അപ്പോൾ ബാക്ക്വേർഡ് ക്ലാസ്സിനെയും മോർ ബാക്ക്വേർഡ് ക്ലാസ്സിനെയും തരംതിരിക്കുന്നത് ഓരോ സ്ഥലത്തെയും പ്രത്യേക ഫാക്ട്സിനെ സർക്കംസ്റ്റാൻസിനെ അനുസരിച്ചായിരിക്കും. ഡൽഹിയിലെ ബാക്ക്വേർഡ്നെസ് ആയിരിക്കത്തില്ല നാഗാലാൻഡിലെ ബാക്ക്വേർഡ്നെസ്, ആന്ധ്രാപ്രദേശിലെ ബാക്ക്വേർഡ്നെസ് ആയിരിക്കത്തില്ല കേരളത്തിലെ ബാക്ക്വേർഡ്നെസ്. വുഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫാക്ട്സ് ഓഫ് ഈച്ച് കേസ്, ഈച്ച് സ്റ്റേറ്റ് എന്നും പറയാം. മനസ്സിലായി കാണും. സോ അതുകൊണ്ട് ലോങ് ആസ് ബോത്ത് ബാക്ക്വേർഡ് ആൻഡ് മോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആർ not only comparatively but substantially backward than the advanced classes. അങ്ങനെയാ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്തോ പറഞ്ഞേക്കുന്നത്? വളരെ വ്യക്തമായി പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. So long as both backward and more backward classes are not only comparatively but simultaneously backdrawn than the advanced classes. അത് ആരുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയേണ്ടത്? അഡ്വാൻസ്ഡ് ക്ലാസ്സസുമായി കമ്പയർ ചെയ്തിട്ടാണ് ബാക്ക്വേർഡ് ക്ലാസ്സസിനെയും മോർ ബാക്ക്വേർഡ് ക്ലാസ്സസിനെയും പറയേണ്ടത്. ബട്ട് എന്നാൽ സബ്സ്റ്റാൻഷ്യലി ബാക്ക്വേർഡ് ദാൻ ദ അഡ്വാൻസ്ഡ് ക്ലാസ്സസ് ആൻഡ് ഫർദർ ബിറ്റ്വീൻ ദംസെൽസ് there is substantial differences in backward classes. Not only it is advisable but also imperative to make subclassification if all backward classes are to gain equitable benefit of the special provision under the constitution. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ്ഡ് ക്ലാസ്സിനെ നോക്കിയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, അല്ലാതെ ഒരേ ക്ലാസ്സിനകത്ത സബ് ക്ലാസിഫിക്കേഷനെ അല്ല കമ്പയർ ചെയ്യേണ്ടത്. അഡ്വാൻസ്ഡ് ക്ലാസ്സസിനെ കമ്പയർ ചെയ്തുകൊണ്ട് വേണം ഈ ടെസ്റ്റ് നടത്താൻ. അതെവിടെ പറഞ്ഞേക്കുന്നേ? ബട്ട് സബ്സ്റ്റാൻഷ്യലി ബാക്ക്വേർഡ് ദാൻ ദ അഡ്വാൻസ്ഡ് ക്ലാസ്സസ് ആൻഡ് ഫർദർ ബിറ്റ്വീൻ ദംസെൽസ് there is substantial difference in backward classes.
ബാക്ക്വേർഡ് ക്ലാസ്സസിനെ പരസ്പരം വ്യത്യാസങ്ങളുണ്ടാവാം, സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകാം ബാക്ക്വേർഡ് ക്ലാസ്സസ്. ബട്ട് നോട്ട് ഓൺലി ഇറ്റ് ഈസ് അഡ്വൈസബിൾ, അത് അങ്ങനെ ഉപദേശിക്കാൻ പാടില്ല, ബട്ട് ഓൾസോ ഇമ്പരേറ്റീവ് ടു മേക്ക് എ സബ്സ് ക്ലാസിഫിക്കേഷൻ if all backward classes are gain equitable benefit of special reservation under the constitution. അങ്ങനെ എല്ലാ ബാക്ക്വേർഡ് ക്ലാസ്സും ഇക്വിറ്റബിൾ ബെനിഫിറ്റ്, ഒരുപോലെയുള്ള ബെനിഫിറ്റാണ് നേടുന്നതെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? സബ് ക്ലാസിഫിക്കേഷൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഓക്കെ. അടുത്തത്, to give an instance, the Mandal Commission has, on the basis of social, educational and economic indications, evolved 22 points by giving difference values in each of the 3 factors. അങ്ങനെ അഡ്വാൻസ്ഡ് ക്ലാസ്, ബാക്ക്വേർഡ് ക്ലാസ്, മോർ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് തരംതിരിക്കുന്നതിന് വേണ്ടി 22 പോയിന്റുകളാണ് മണ്ഡൽ കമ്മീഷൻ പറഞ്ഞത്. മണ്ഡൽ കമ്മീഷൻ പറഞ്ഞ പോയിന്റുകളൊക്കെ അറിയാമല്ലോ. 1 ഭൂമി, 2 കച്ചവടം, 3 വ്യവസായം, പിന്നെ നഗരസ്വത്ത്, കൃഷിഭൂമി, പിന്നെ സർക്കാർ ഉദ്യോഗം, രാഷ്ട്രീയ അധികാരം, പിന്നെ പൗരോഹിത്യം. ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയാണ് അതിൽ പ്രധാനമായും പ്രതിപാദിച്ചത്. അങ്ങനെ അതും കൂടെ ചേർത്തിട്ടാണ് ഈ 22 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 22 പോയിൻറ്റ്സുകളെ പരിഗണിച്ചുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷൻ ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ആ പോയിന്റുകൾ ഏതൊക്കെയായിട്ട്? വാല്യൂ ഈച്ച് ഓഫ് 3 ഫാക്ടേഴ്സ്, 3 ഘടകങ്ങളിലാണ് അതിനെ പോയിന്റുകളെ തന്നെ. 1 സാമൂഹികം, 2 വിദ്യാഭ്യാസം, 3 സാമ്പത്തികം. Those social groups which secured 22 points or above have been listed there are social educationally backward. അതുകൊണ്ടാണ് സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ്റെ 22 പോയിന്റുകളും കൂടെ പരിഗണിക്കുമ്പോഴാണ് സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്ന് പറയുന്ന പ്രയോഗമുണ്ടായത്. നോക്കൂ, ആൻഡ് ദ റെസ്റ്റ് ആസ് അഡ്വാൻസ്ഡ്. സാമൂഹികവും വിദ്യാഭ്യാസവുമായി പിന്നോക്കം, എക്കണോമിക്കലുമായി പിന്നോക്കം നിൽക്കാത്ത എല്ലാവരും എന്താണ്? അഡ്വാൻസ്ഡ് ക്ലാസ്സാണ്. നൗ ഇപ്പോൾ ബിറ്റ്വീൻ 11 and 22 പോയിൻറ്റ് സം മേ സെക്വർ. ചിലർക്ക് 11 പോയിൻ്റ് മുതൽ 22 പോയിൻ്റ് വരെ. കറണ്ട് പോയി കേട്ടോ, പണിപാളി. വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ 3 ഘടകങ്ങളെ ആസ്പദമാക്കി 22 പോയിന്റുകളാണ് മണ്ഡൽ കമ്മീഷൻ ബാക്ക്വേർഡിനെയും അഡ്വാൻസിനെയും മോർ ബാക്ക്വേർഡിനെയും തരംതിരിക്കാൻ ഉപയോഗിച്ചത് എന്നാണ്. അതിൽ നൗ ബിറ്റ്വീൻ 11 and 22 പോയിൻറ്റ്സ് സം മേ സെക്വർ. കുറച്ച് പേര് മണ്ഡൽ കമ്മീഷൻ പറഞ്ഞ 11 മുതൽ 22 പോയിൻ്റ് വരെ കടന്നിരിക്കാം. ചിലർ 11 മുതൽ 15 പോയിൻ്റ് വരെ കടന്നിരിക്കാം. വൈൽ അതേഴ്സ് മേ സെക്വർ ഓൾ 22 പോയിൻറ്റ്സ്. ചിലർ 22 പോയിൻറ്റുകളും കടന്നിരിക്കാം. ദി ഡിഫറൻസ് ഇൻ ദെയർ ബാക്ക്വേർഡ്നെസ് ഈസ് ദെയർ ഫോർ സബ്സ്റ്റാൻഷ്യൽ. അതുകൊണ്ട് ബാക്ക്വേർഡിനകത്തുള്ള ബാക്ക്വേർഡ്നെസ് സബ്സ്റ്റാൻഷ്യലാണ് എന്നാണ് പറയുന്നത്. സബ്സ്റ്റാൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരെണ്ണമായി താരതമ്യപ്പെടുത്തി തീരുമാനിക്കാവുന്നത് സബ്സ്റ്റാൻഷ്യൽ. യെറ്റ് അനദർ ഇല്ലസ്ട്രേഷൻ, മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, വിച്ച് മേ ബി ഗീവൺ ഈസ് ഫ്രം കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഡർ ഡേറ്റഡ് October 13, 1986 ഓൺ റിസർവേഷൻ ഇഷ്യൂ. വേറൊരു പോയിൻ്റ് കർണാടകയിൽ നിന്നുള്ളതാണ്. അത് 1986 October 13 റിസർവേഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. അത് പറയുന്നത് എന്താണ്? ആഫ്റ്റർ ഡിസിഷൻ ഓഫ് വസന്തകുമാർ കേസിലാണ് ആ തീരുമാനം വന്നിട്ടുള്ളത്. വെയർ ദ ബാക്ക്വേർഡ് ക്ലാസസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു 5 കാറ്റഗറീസ്. നോക്കൂ, ഇവിടെ ആന്ധ്രാപ്രദേശിൽ ബാക്ക്വേർഡിനെ 2ആയി തരംതിരിച്ചെങ്കിൽ കർണാടകയിൽ ബാക്ക്വേർഡിനെ 5ആയിട്ട് തരംതിരിച്ചു.
നമ്മൾ മുമ്പേ ഒരു ടെസ്റ്റ് പറഞ്ഞത് 4 തരംതിരിച്ചു എന്നാണ്. പഞ്ചാബിൽ A, B, C, D and E. In A category fall such caste or communities as that Bairagi, Bengari and Lambadi, which are nomadic tribes, and Bedaru, Ramoshi, which were formerly stigmatized criminal tribes, were in the category of D falls, such as caste and Kshatriya and Rajput. അപ്പോൾ അവിടെ 5 തരംതിരിക്കൽ നടത്തി. അതിലൊന്ന് പറഞ്ഞു എ ഫോൾ സച്ച് ആസ് ദ കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റീസ് ആസ് ബൈരാഗി, ബംഗാരി, ലംബാടി എന്ന് പറയുന്നത് വിച്ച് ആർ ട്രൈബ്സ്, ആൻഡ് ബെൻഡാരു, റോഷായി, വിച്ച് വെയർ ഫോർമലി സ്റ്റിഗ്മാറ്റഡ് ആസ് ട്രൈബൽസ് വെയർ ഇൻ ദ ഡി കാറ്റഗറി. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞ ബൈരാഗിയെയും ബംഗാരിയെയും ലംബാഡിയെയും ഒന്നാമത്തെ കാറ്റഗറിയിലും, പിന്നെ പറഞ്ഞെന്തുവാ നോമാഡി ട്രൈബ്സിനെയും ബെൻഡാരുവിനെയും രണ്ടാമത്തെ കാറ്റഗറിയിലും, റോഷോമിയും ട്രൈബ്സിനെ മൂന്നാമത്തെ കാറ്റഗറിയിലും, ഡീനെ ക്ഷത്രിയെയും രജപുത്തിനെയും പെടുത്തുകയും ചെയ്തു. പിന്നെന്ത് ചെയ്തു? ഫോർ lump both together would be to deny totally benefit for sexual provision of former and later taking away the entire benefit. അതിലെന്താ സംഭവിച്ചേ? മുകളിൽ പറഞ്ഞവർ, മുകളിലത്തെ കാറ്റഗറിയിലെ പറഞ്ഞവർ എല്ലാ ബെനിഫിറ്റുകളും കൊണ്ടുപോവുകയും താഴത്തെ കാറ്റഗറിയിൽ പറയുന്ന ബാക്ക്വേർഡിൽ ഒരു ബെനിഫിറ്റും കിട്ടാതിരിക്കുകയും ചെയ്യുന്നു. നോക്കൂ അവിടെ പറഞ്ഞേക്കുന്നേ, to lump both together would be deny total benefit of special provision and former the later taking away the entire benefit. ഇവിടെ പറഞ്ഞേക്കുന്ന ലേറ്റർ ഏതാ? ക്ഷത്രിയയും രാജപുത്തും എല്ലാ ബെനിഫിറ്റുകളും കൊണ്ടുപോകുന്നു. ആ മുകളിൽ പറഞ്ഞവർക്കൊന്നും എന്തില്ല, മുകളിൽ ഫോർമർ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞവർക്ക് ബെനിഫിറ്റുകൾ കിട്ടുന്നില്ല. ഓൺ ദി അതർ ഹാൻഡ്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, to deny the status of backwardness to later and ask them to compete with the advanced classes. അവർക്ക് on the other hand to deny the status, അവർക്ക് സ്റ്റാറ്റസ് ഡിനേ ചെയ്യുന്നു, അനുവദിക്കുന്നില്ല. backwardness later ask them to compete to the advanced classes, അവർക്ക് സ്റ്റാറ്റസ് അനുവദിക്കുന്നതുമില്ല. അവരെന്ത് ചെയ്യാൻ പറയുന്നു? അഡ്വാൻസ് ക്ലാസ്സിനോട് മത്സരിക്കാനും പറയുന്നു. would leave the later without any seat or post. അവർക്ക് വേണ്ടി, മുകളിൽ പറഞ്ഞവർക്ക് വേണ്ടി ഒരു പോസ്റ്റുകളും ഒന്നും നീക്കി വെക്കുന്നുമില്ല. ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്, ആ സാഹചര്യത്തിൽ, the subclassification of backward classes into backward and more or most backward is not only desirable but essential. ഈ സാഹചര്യത്തിൽ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞ ക്ഷത്രിയൻ രജപുതും എല്ലാം കൊണ്ടുപോവുകയും മാറ്റി വരുന്ന ട്രൈബ്സുകൾക്കൊന്നും കിട്ടാതെ വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെ ബാക്ക്വേർഡിനെ മോർ ബാക്ക്വേർഡ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ്. ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ്, ഈ സാഹചര്യത്തിൽ, ദ സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ് ഇൻ ടു ബാക്ക്വേർഡ് ആൻഡ് മോർ ബാക്ക്വേർഡ് ഓർ മോസ്റ്റ് ബാക്ക്വേർഡ് ഈസ് നോട്ട് ഓൺലി ഡിസൈറബിൾ ബട്ട് എസെൻഷ്യൽ. അത് അങ്ങനെ ഡിസൈർ ചെയ്യണമെന്ന് മാത്രമല്ല വളരെ അത്യാവശ്യവുമാണ് എന്നാണ് ആ കേസിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത എന്താ നമ്മൾ പറഞ്ഞേ? അടുത്ത നോക്കൂ. ഹൗവർ, എന്നിരുന്നാലും, ഫോർ ഈച്ച് ഓഫ് ദം ഈസ് എ സ്പെഷ്യൽ കോട്ട ഹാസ് ബിൻ പ്രിസ്ക്രൈബ്ഡ് ആസ് ഈസ് ഡൺ ഇൻ കർണാടക ഗവൺമെൻറ് ഓർഡർ. ഓരോന്നിനും വേണ്ടി കർണാടക ഗവൺമെൻറ് ഓർഡർ സ്പെഷ്യൽ കോട്ട പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡൺ, അതങ്ങനെ നടത്തിയില്ലെങ്കിൽ, ആസ് ഇൻ ദ പ്രസൻറ്റ് കേസ്, നിലവിലുള്ള കേസിനെ പോലെ തുടർന്നാൽ, ആൻഡ് ദ റിസർവ്ഡ് പോസ്റ്റ് ആർ ഫസ്റ്റ് ഓഫേർഡ് ടു മോർ ബാക്ക്വേർഡ്, ആദ്യം അതെന്ത് ചെയ്യണം? മോർ ബാക്ക്വേർഡിന് ഓഫർ ചെയ്യണം. ആൻഡ് ഓൺലി റിമൈനിങ് ബാക്ക്വേർഡ് ഫോർ ലെസ് ബാക്ക്വേർഡ് ക്ലാസ്സസ്. ഇവിടെ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ സംവരണത്തിൽ അല്ലെങ്കിൽ കുറച്ച് സീറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ആദ്യം അത് ആർക്ക് ഓഫർ ചെയ്യണം?
മോർ ബാക്ക്വേഡ് ക്ലാസ്സിന് ഓഫർ ചെയ്യണം. അങ്ങനെ ബാക്ക്വേഡ് ക്ലാസ്സിൽ എലിജിബിലിറ്റി ഇല്ലെങ്കിൽ മാത്രം ആർക്ക് കൊടുക്കണം? ബാക്ക്വേഡ് ക്ലാസ്സിന് കൊടുക്കണം. ആൻഡ് ഓൺലി റിമൈനിങ് ഓഫ് ബാക്ക്വേഡ് ഓർ ലെസ് ബാക്ക്വേഡ്. ദ മോർ ബാക്ക്വേഡ് മേ ടേക്ക് എവേ ഓൾ പോസ്റ്റ് ലീവിങ് ദ ബാക്ക്വേഡ് വിത്ത് നോ പോസ്റ്റ്. അപ്പോൾ ബാക്ക്വേഡിൽ ക്വാളിഫൈഡ് ആയ ആൾക്കാരുണ്ട്. മോർ ബാക്ക്വേഡിൽ ക്വാളിഫൈഡ് ആയിട്ട് ആളുണ്ടെങ്കിൽ എല്ലാ പോസ്റ്റുകളും ആര് കൊണ്ടുപോട്ടെ? മോർ ബാക്ക്വേഡ് കൊണ്ടുപോട്ടെ. ബാക്ക്വേഡിന് പോസ്റ്റ് കൊടുക്കണ്ട. ദ ബാക്ക്വേഡ് വിൽ നെയ്തർ ഗെറ്റ് ഹിസ് പോസ്റ്റ് ഇൻ ദ റിസർവ്ഡ് കോട്ട നോർ ഇൻ ദ ജനറൽ കാറ്റഗറി ഫോർ വാണ്ട് ഓഫ് കപ്പാസിറ്റി ടു കോമ്പീറ്റ് വിത്ത് ഫോർവേഡ്. അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ബാക്ക്വേഡ് ക്ലാസ്സും അഡ്വാൻസ്ഡ് ക്ലാസ്സും തമ്മിൽ വളരെ വ്യത്യാസമൊന്നും അവിടെ കാണുന്നില്ല. ആ സാഹചര്യത്തിൽ മോർ ബാക്ക്വേഡ് ക്ലാസ് എല്ലാ സീറ്റ് കൊണ്ടുപോയാലും ശരി തന്നെ ബാക്ക്വേഡ് ക്ലാസ് എന്ത് ചെയ്യണം? ജനറൽ കാറ്റഗറി ആയിട്ട് കോമ്പീറ്റ് ചെയ്യണം എന്നാണ് ആ ജഡ്ജിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പം നമുക്കും വരാൻ പോകുന്നത്. ഹെൻസ് അതുകൊണ്ട് ഇറ്റ് വിൽ ഹാവ് ടു ബി ഹെൽഡ് ദാറ്റ്. അതുകൊണ്ട് നമ്മൾ ഇറ്റ് വിൽ ഹാവ് ടു ബി ഹെൽഡ് ദാറ്റ് ഇങ്ങനെ പറയാൻ പോവുകയാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫാക്ട്സ് ഓഫ് ഈച്ച് കേസ്, ഓരോ കേസിൻ്റെ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ക്വേഡ് ക്ലാസസ് ഇൻ ബാക്ക്വേഡ് ആൻഡ് മോർ ബാക്ക് ഓർ മോസ്റ്റ് ബാക്ക്വേഡ് വുഡ് ബി ജസ്റ്റിഫയബിൾ. ഓരോ സംസ്ഥാനത്തിൻ്റെ ഓരോ കേസിൻ്റെ സാഹചര്യം അനുസരിച്ച് ബാക്ക്വേഡ് ക്ലാസ്സിനെ മോർ ബാക്ക്വേഡ് എന്നും മോസ്റ്റ് ബാക്ക്വേഡ് എന്നും തരംതിരിക്കുന്നത് ജസ്റ്റിഫൈ ചെയ്യാം. പ്രൊവൈഡഡ് സെപ്പറേറ്റ് കോട്ടാസ് ആർ പ്രിസ്ക്രൈബ്ഡ് ഫോർ ഈച്ച് ഓഫ് ദം. അതിന് സെപ്പറേറ്റ് കോട്ട പ്രിസ്ക്രൈബ് ചെയ്യുകയും വേണം. ഈ ജഡ്ജ്മെൻറ്റിനെയാണ് നമ്മൾ ക്രീമി ലെയർ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ OBC ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദി ആൻസർ ടു ദ ക്വസ്റ്റ്യൻ മേ നൗ ബി സമ്മറൈസ്ഡ്. അതുകൊണ്ട് ആ കേസിലെ ക്വസ്റ്റ്യനെ 5 ക്വസ്റ്റ്യൻ ആയിട്ടാണ് സമ്മറൈസ് ചെയ്തിട്ടുള്ളത്. അതൊന്നും ഇവിടെ പറയുന്നില്ല. നമുക്ക് നമ്മുടെ ചർച്ചയിൽ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? 16 സബ് ക്ലോസ് 4 നമ്മൾ വായിച്ച് കേൾപ്പിച്ചത്. 16 സബ് ക്ലോസ് 4 എന്താണ്? രാഷ്ട്രം സർവീസുകളിലും അപ്പോയിൻമെൻറ്റുകളിലും പ്രത്യേക പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പൗരന്മാർക്ക് നിയമനങ്ങളിലോ തസ്തികകളിലോ പ്രത്യേക സംവരണം നടത്താം. ആർക്ക് നടത്താം? രാഷ്ട്രത്തിന് നടത്താം, അതായത് പാർലമെൻറ്റിന് നടത്താം എന്ന് പറയുന്നതാണ് 16 സബ് ക്ലോസ് 4. പെർമിറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ക്വേഡ് ക്ലാസസ് ഇൻറ്റു ബാക്ക്വേഡ് ആൻഡ് മോർ ബാക്ക്വേഡ് മോസ്റ്റ് ബാക്ക്വേഡ് ക്ലാസസ്. മോർ ബാക്ക്വേഡ് ക്ലാസ് എന്നും മോസ്റ്റ് ബാക്ക്വേഡ് ക്ലാസ് എന്നും ബാക്ക്വേഡ് ക്ലാസ് എന്നും 16(4) പ്രകാരം തരംതിരിക്കാം. ഹൗവർ എന്നിരുന്നാലും ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് പെർമിറ്റഡ് ഓൺലി ഓൺ ദ ബേസ് ഓഫ് ദി ഡിഗ്രീസ് ഓഫ് സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ആൻഡ് നോട്ട് ഓൺ ദ ബേസ് ഓഫ് എക്കണോമിക്സ് കൺസിഡറേഷൻ അലോൺ. അവിടെയാണ് നമ്മുടെ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിടിവള്ളി. എക്കണോമിക് കൺസിഡറേഷൻ മാത്രം നോക്കിക്കൊണ്ട് സബ് ക്ലാസിഫിക്കേഷൻ കൊടുക്കരുത്. സോഷ്യൽ ബാക്ക്വേർഡ്നെസ്സും സാമൂഹികമായ പിന്നോക്കാവസ്ഥയും കൂടി പരിഗണിക്കണം. ദാറ്റ് ഈസ് എ ക്രക്സ് ഓഫ് ദാറ്റ് ജഡ്ജ്മെൻറ്റ്. സാമൂഹ്യ പിന്നോക്കാവസ്ഥയും പരിഗണിച്ച് വേണം സബ് ക്ലാസിഫിക്കേഷൻ നടത്താൻ. സാമ്പത്തികം അല്ല കാരണം. ഇഫ് backward classes are classified into backward and more or most backward classes, separate quotas of reservation will have to kept for each of such classes. എന്ത് പറഞ്ഞു അവിടെ? വളരെ രസകരമാണ് കേട്ടോ. If the backward classes are classified into backward and more backward and most backward classes, ബാക്ക്വേഡിനെ നാളെ മുതൽ നമ്മൾ മോർ ബാക്ക്വേഡ് എന്നും ബാക്ക്വേഡ് എന്നും മോസ്റ്റ് ബാക്ക്വേഡ് എന്നും പറഞ്ഞാൽ separate quotas reservation will have to be kept for each of such classes. In absence of such separate quotas, the reservation will be illegal. അവിടെയാണ് വളരെ കൃത്യമായി പറയുന്നത്. നോക്കൂ, ബാക്ക്വേഡിനും മോർ ബാക്ക്വേഡിനും മോസ്റ്റ് ബാക്ക്വേഡിനും സെപ്പറേറ്റ് കോട്ട വെക്കണം. ഇല്ലെങ്കിൽ റിസർവേഷൻ എന്താവും? ഇല്ലീഗലായി പോവും, നിയമവിരുദ്ധമായി പോവും. അടുത്തെന്താ പറഞ്ഞത്? ഇഫ് it is not permissible to classify backward classes or a backward class of social group into advanced section and backward section either on economic or any other consideration. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ. അപ്പോൾ
ഇത് സാധ്യമല്ലെങ്കിൽ ടു ക്ലാസിഫൈ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഓർ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻ ടു അഡ്വാൻസ്ഡ് സെക്ഷൻ, ബാക്ക്വേർഡ് ക്ലാസ്സിൽ പെടുന്ന വിഭാഗങ്ങളെ അഡ്വാൻസ് സെക്ഷൻ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ കഴിയില്ലെങ്കിൽ, ആൻഡ് ബാക്ക്വേർഡ് സെക്ഷൻ ഏതർ ഓർ എക്കണോമിക് ഓർ എനി അതർ കൺസിഡറേഷൻ, വിദ്യാഭ്യാസ സാമ്പത്തിക അടിസ്ഥാനത്തിലോ മറ്റ് കാരണങ്ങളിലോ അവരെ ബാക്ക്വേർഡ് എന്നും മോർ ബാക്ക്വേർഡ് എന്നും മോസ്റ്റ് ബാക്ക്വേർഡ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ദ ടെസ്റ്റ് ഓഫ് അഡ്വാൻസ്മെൻറ്റ് ലൈസ് ഇൻ ദ കപ്പാസിറ്റി ടു കോമ്പീറ്റ് വിത്ത് ഫോർവേഡ് ക്ലാസ്സസ്. അതിനെ എങ്ങനെ കൺസിഡർ ചെയ്യണം? ഫോർവേഡ് ക്ലാസ്സുമായി മത്സരിക്കാനുള്ള കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിൽ വേണം എന്ത് ചെയ്യാൻ, അതിനെ അഡ്വാൻസ് ചെയ്യാൻ. ദ ടെസ്റ്റ് ഓഫ് അഡ്വാൻസ്മെൻറ്റ് ലൈസ് ഓൺ ദ കപ്പാസിറ്റി ടു കോമ്പീറ്റ് വിത്ത് ഫോർവേഡ് ക്ലാസ്സസ്. ഫോർവേഡ് ക്ലാസ്സുമായി കോമ്പീറ്റ് ചെയ്യാനുള്ള ഘടകത്തെ ആശ്രയിച്ച് വേണം അതിനെ ക്ലാസിഫൈ ചെയ്യാൻ. ഓക്കെ, അടുത്തത് പറയുന്നു, ഇഫ് the advanced section in the backward classes is so advanced as to able to compete with forward classes, ഫോർവേഡ് ക്ലാസ്സസുമായി മത്സരിക്കാൻ ബാക്ക്വേഡ് ക്ലാസ്സസിന് അഡ്വാൻസ് ക്ലാസ്സിന് കഴിയുന്നുവെങ്കിൽ, the advanced section from the backward classes no longer belong to backward classes and should ceases to be considered and denied the benefit of reservation under Article 16 Clause 4. നോക്കൂ, ഫോർവേഡ് ക്ലാസ്സുമായി മത്സരിക്കുന്നതിന് വേണ്ടി ബാക്ക്വേഡ് ക്ലാസ്സിലെ ഏതെങ്കിലും വിഭാഗത്തിന് കഴിയുമെങ്കിൽ അവരെ ബാക്ക്വേഡ് ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കണം, റിസർവേഷനിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായി കാണുമല്ലോ. ദ അഡ്വാൻസ്ഡ് സെക്ഷൻ ഫ്രം ദ ബാക്ക്വേഡ് ക്ലാസ്സസ് no longer belong to backward classes and cease to be considered so denied benefit of reservation. ഫോർവേഡ് ക്ലാസ്സുമായി മത്സരിക്കാനുള്ള കഴിവുള്ളവരെ റിസർവേഷൻ്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. അതിനു വേണ്ടിയുള്ള ഉദാഹരണങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. എംഫസൈസ് അപ്ലൈഡ് കണ്ടല്ലോ. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നേ? അടുത്തത് പറഞ്ഞത് ഇൻ ഇന്ദിര സൊഹാനി the question involved was of Mandal Commission regarding other backward classes. മണ്ഡൽ കമ്മീഷൻ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിരുന്നു. ദ എക്സ്പ്രഷൻ യൂസ്ഡ് ഇൻ ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4 ഈസ് എനി ബാക്ക്വേർഡ് ക്ലാസ്സസ് ഓഫ് സിറ്റിസൺ. സബ് ക്ലോസ് 4 പറയുന്നത് എനി ബാക്ക്വേർഡ് ക്ലാസ്സസ് ഓഫ് സിറ്റിസൺ എന്നാണ്. ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4 ഈസ് വൈഡർ ഇൻ ഇറ്റ്സ് ആംബിറ്റ് ദാൻ 15 സബ് ക്ലോസ് 4. 15 സബ് ക്ലോസ് 4 പറയുന്നത് പോലെ അല്ല എവിടെ പറഞ്ഞിരിക്കുന്നത്? 16 സബ് ക്ലോസ് 4 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ എക്സ്പ്രഷൻ ക്ലാസ് ഈസ് വൈഡർ ഇൻ കാസ്റ്റ്. ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാസ്റ്റ് എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറത്താണ്. ആൻഡ് ദ എക്സ്പ്രഷൻ ബാക്ക്വേർഡ് ക്ലാസ് സ്റ്റിപ്പുലേറ്റഡ് അണ്ടർ ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 4 take into its ambit scheduled caste, scheduled tribe and other backward classes including socially educationally backward classes. അവിടെ പറഞ്ഞു വരുന്ന രീതി കണ്ടോ? ദ എക്സ്പ്രഷൻ ക്ലാസ് വൈഡർ ദാൻ കാസ്റ്റ്. കാസ്റ്റിനേക്കാൾ വലിയ പേരാണ് ഏതാ? ക്ലാസ് എന്ന് പറഞ്ഞു. And the expression backward classes stipulated under Article 16 sub clause 4. 16 sub clause 4 backward class എന്ന് പറഞ്ഞിരിക്കുന്നത് take into its ambit of scheduled caste and scheduled tribe and all other backward classes including socially educationally backward classes. എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറഞ്ഞത് പട്ടികജാതിയും പട്ടികവർഗവും അതിൽ പെടും എന്നാണ് ഇന്ദിര സൊഹാനി കേസിൻ്റെ ചർച്ച. Following discussion was made in the opinion expressed by B.V. Jeevan Reddy Justice. B.V. Jeevan Reddy എന്ന് പറഞ്ഞ ജഡ്ജിയുടെ വാദഗതിയിലേക്കാണ് ഇനി നമ്മൾ അടുത്തതായി പോകുന്നത്. ഓക്കെ, അപ്പോൾ B.V. Jeevan Reddy എന്ന് പറഞ്ഞ ജഡ്ജി പറയുന്നത് ഇൻ അവർ ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായത്തിൽ, ടു ദ വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ, ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന 16(4) ക്ലാസ് ഓഫ് സിറ്റിസൺ എന്ന് പറഞ്ഞ വാക്ക്
നോട്ട് ആഡ്വക്കറ്റ്ലി റെപ്രസെൻറ്റഡ് ദ സർവീസ് അണ്ടർ ദ സ്റ്റേറ്റ്. മാത്രമല്ല സർക്കാർ ഉദ്യോഗങ്ങളിൽ സ്റ്റേറ്റിൻ്റെ സർവീസിൽ ആഡ്വക്കറ്റ്ലി ജനസംഖ്യാനുപാതികമായ റെപ്രസെൻറ്റേഷൻ ഇല്ലെങ്കിൽ എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹാവ് ബീൻ വേഗേജ് ആൻഡ് അൺസർട്ടൺ ഡിസ്ക്രിപ്ഷൻ. അത് വളരെ വ്യക്തമായ ഒരു വിവരണമല്ല. അതുകൊണ്ട് ബൈ ആഡിങ് ദ വേർഡ് ബാക്ക്വേർഡ് ആൻഡ് ബൈ ദ സ്പീച്ചസ് ഓഫ് ഡോക്ടർ അംബേദ്കർ ആൻഡ് KM മുൻഷി, it was made clear that classes of citizens not adequately represented in the service under the state meant only those classes of citizens who are not so represented on the account of social backwardness. സാമൂഹിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ സർവീസിൽ മതിയായ പ്രാതിനിധ്യം ഇല്ലാതെ പോയ പൗരന്മാരെയാണ് മഹാനായ ഡോക്ടർ അംബേദ്കറും KN മുൻഷിയും ക്ലാസസ് ഓഫ് സിറ്റിസൺ എന്ന് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ജീവൻ റെഡ്ഡി എന്ന് പറയുന്ന ജഡ്ജി പറഞ്ഞിട്ടുള്ളത്. അടുത്തതെന്താ? ദ വേർഡ് കമ്മ്യൂണിറ്റി ഈസ് ക്ലിയർലി വൈഡർ ദാൻ കാസ്റ്റ്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കാസ്റ്റ്, ജാതിക്കും അതീതമായ ഒരു വലിയ പദപ്രയോഗമാണ്. ആൻഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് മീൻ നോട്ട് ഓൺലി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കാസ്റ്റ് മാത്രമല്ല, വെദർ ദേ മേ ബി ഫൗണ്ട് ബട്ട് ആൾസോ അതർ ഗ്രൂപ്പ് ക്ലാസസ് സെക്ഷൻ എമംഗ് ദ പോപ്പുലേസ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യക്കകത്തുള്ള സെക്ഷനും ക്ലാസും ഗ്രൂപ്പും കാസ്റ്റും എല്ലാം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ വരും എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞുകൊണ്ട് വരുന്നത് ബാക്ക്വേർഡ് ക്ലാസ്സിന് സംവരണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ SC ST തരംതിരിക്കാം, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ SC ST വീണ്ടും തരംതിരിക്കാം എന്നാണ് അവർ അവിടുത്തെ ജഡ്ജിമെൻറ്റിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. അടുത്തത് ഇനിയിപ്പോൾ 8 മിനിറ്റും കൂടിയേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഈ ഒരു പാരഗ്രാഫും കൂടെ പറഞ്ഞു നിർത്തുക. ഇൻഡീഡ്, അതുകൊണ്ട് ഇൻഡീഡ് വളരെ അത്യാവശ്യമായി. There are very good reasons why the Constitution could not have use of expression caste or caste. എന്തുകൊണ്ട് ഭരണഘടന കാസ്റ്റ് എന്ന പദം ഉപയോഗിച്ചില്ല ആർട്ടിക്കിൾ 16(4)? അവിടെയാണ് നമ്മുടെ ഭരണഘടനാ വിദഗ്ധന്മാർ പിടിമുറുക്കിയിട്ടുള്ളത്. ആൻഡ് വൈ ദ വേർഡ് ക്ലാസ്, ക്ലാസ് എന്ന പദം എന്തുകൊണ്ട് 16(4) ഉപയോഗിച്ചു, കാസ്റ്റ് എന്ന പദം എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? വാസ് എ നാച്ചുറൽ ചോയ്സ് ഓഫ് കോണ്ടെക്സ്റ്റ്. അത് സ്വാഭാവികമായ നാച്ചുറലായ ഒരു ചോയ്സാണ് ആരെടുത്തത്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ളവരെടുത്തിട്ടുള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് മീൻ ഫോർ എൻ്റയർ കൺട്രി ആൻഡ് ഫോർ ഓൾ ടൈം ടു കം. എല്ലാ സമയത്തെയും പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ, എൻ്റയർ രാജ്യത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലകൊള്ളുന്നത്. Non-Hindu religions like Islam, Christianity, Sikh did not recognize caste and such, though as pointed out herein above, caste did exist even among those religions to varying degree. ഇവിടെ എന്താ പറഞ്ഞേ? The Constitution was meant, Constitution അർത്ഥമാക്കിയത് for the entire country and for all time. എല്ലാ സമയത്തും രാജ്യത്തെ മൊത്തവുമായാണ് ഭരണഘടന കാണുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കളല്ലാത്ത സിഖുകാരും ക്രിസ്ത്യാനികളും ഒക്കെ കാറ്റഗറൈസ് ചെയ്യുന്നതിനും കൂടി വേണ്ടിയാണ് എന്ത് പദം ഉപയോഗിച്ചത്? കാസ്റ്റ് എന്ന പദം ഉപയോഗിക്കാതെ ക്ലാസ് എന്ന പദം ഉപയോഗിച്ചത്. അവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഫർദർ, അത് മാത്രമല്ല, ഫർദർ വീണ്ടും പറയുന്നു, എ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് സപ്പോസ്ഡ് ടു ബി എ പെർമനൻറ്റ് ഡോക്യുമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പെർമനൻ്റ് ഡോക്യുമെൻ്റാണ്, സ്ഥിരമായി നിലനിൽക്കുന്ന ഡോക്യുമെൻ്റാണ്. എക്സെപ്റ്റ് ടു ലാസ്റ്റ് സെവറൽ സെഞ്ചുറീസ്. കഴിഞ്ഞ അവസാനത്തെ സെഞ്ചുറികൾ ഒഴിച്ചു മാറ്റിയാൽ ഭരണഘടന എന്താണ്? ഇറ്റ് ഈസ് എ പെർമനൻ്റ് ഡോക്യുമെൻ്റ്. ഇറ്റ് മസ്റ്റ് ഷുവർലി ഹാവ് ബീൻ എൻവിസേജ്ഡ് ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ മെനി classes may spring up answering the test of backwardness requiring the proportion of Article 16 subclause 4. ആർട്ടിക്കിൾ 14(4) പരിധിയിൽപ്പെടുത്തിക്കൊണ്ട്
വളരെ നിശ്ചയമായും മെനി ക്ലാസസിനെയാണ് എന്ത് ചെയ്യുന്നത് ഭരണഘടന പറയുന്നത്. അത് ബാക്ക്വേർഡ്നെസ്സിനെയും ബാക്ക്വേർഡ്നെസ്സിന് ആവശ്യമായ സംരക്ഷണത്തെക്കുറിച്ചും ഭരണഘടനയുടെ 16(4) പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രത്യേകം പറയുന്നത് കാസ്റ്റിനെ കുറിച്ചല്ല എന്നാണ്. ഇറ്റ് therefore follows that from the use of the word class in Article 16 subclause 4 it cannot be concluded either that classes is unethical to the caste and the caste cannot be a class or that caste such as can never be taken as a backward classes or citizen. അവിടെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 16(4) പറഞ്ഞിരിക്കുന്നത് ക്ലാസിനെ കുറിച്ചാണ്, അത് കാസ്റ്റിനെ കുറിച്ചല്ല. അതൊരിക്കലും ദാറ്റ് കാസ്റ്റ് കനോട്ട് ബി എ ക്ലാസ്, കാസ്റ്റ് എന്താവത്തില്ല, ക്ലാസ് ആവത്തില്ല. ഓർ ദാറ്റ് ദ കാസ്റ്റ് ആസ് സച്ച് ക്യാൻ നെവർ ടേക്കൺ ആസ് എ ബാക്ക്വേർഡ് ക്ലാസസ് ഓഫ് സിറ്റിസൺ. ഒരു കാസ്റ്റിൽ പെടുന്ന ആൾക്കാരെ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് സിറ്റിസൺ എന്ന് പറയാനും കഴിയില്ല എന്നവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദ വേർഡ് ക്ലാസ് in Article 16 subclause 4 in our opinion use the sense of social class. സാമൂഹികപരമായ ക്ലാസ്സിനെയാണ് ക്ലാസ് എന്നതുകൊണ്ട് 16(4) ഉദ്ദേശിക്കുന്നത്. ആൻഡ് നോട്ട് ഇൻ ദ സെൻസ് ഓഫ് ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ഇൻ ദ മാക്സിയൻ ജഗ്രോൺ. മാക്സിസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോലെ മാക്സിസ്റ്റ് ജഗ്രോണിലല്ല അവിടെ എന്തിനെ ഉപയോഗിച്ചിരിക്കുന്നത്, ക്ലാസ്സിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് സാമൂഹികമായ ക്ലാസ്സിനെയാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. നോക്കൂ അടുത്തത്. ഇൻ രാജേന്ദ്ര കേസ്, ത്രിലോകിനാഥ് കേസ്, ബൽറാം കേസ് ആൻഡ് പിരിയ കറുപ്പൻ കേസ്, this reality was recognized and give effect to, notwithstanding that the fact that they had to respect operate with further qualification formula in ബാലാജി കേസ്. നമ്മൾ മുമ്പേ പറഞ്ഞ 3 കേസിലും താഴെ പറഞ്ഞ ബാലാജി കേസിലും ഈ വിഷയത്തിനെ ക്ലാസ് എന്ന് ഉപയോഗിച്ചിരുന്ന വിഷയത്തിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മറ്റു പല ഫോമുലകളും തേടേണ്ടതുണ്ട് എന്നും പറയുന്നു. അടുത്തത് പറഞ്ഞ for the sake of completeness we may refer to the few pages of വസന്തകുമാർ കേസ്. വസന്തകുമാർ കേസിലും കൂടി ഇവിടെ റെഫർ ചെയ്യുന്നു. അവിടെ എന്തോ പറഞ്ഞേ, ടു ഷോ ദോസ് കൺസെപ്റ്റ് ഓഫ് കാസ്റ്റ് സിഗ്നിഫൈ, കാസ്റ്റിനെ സിഗ്നിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ കേസിനെ ഉദ്ധരിക്കുന്നത്. ഡി എ ദേശായി കാസ്റ്റിനെ റിഫർ ചെയ്തിരിക്കുന്നത് ഇൻ ദ ഫോളോയിങ് ടേംസ്. കാസ്റ്റിനെ താഴെ പറയുന്ന രീതിയിലാണ് സുപ്രീം കോടതി പറയുന്നത്. വാട്ട് ദെൻ ഈസ് എ കാസ്റ്റ്, എന്താണ് ജാതി? Though the caste has been discussed by scholars of jurists, no precious definition of expression has emerged. കാസ്റ്റിന് വ്യക്തമായ ഡെഫിനിഷനുകളില്ല. എ കാസ്റ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സെഗ്മെൻ്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി സ്പ്രെഡ് ഓവർ എ ഡിസ്ട്രിക്ട് ഓർ എ റീജിയൻ ഓർ എ ഹോൾ സ്റ്റേറ്റ്, ഓൾസോ സംടൈംസ് ഔട്ട്സൈഡ് ഇറ്റ്. കാസ്റ്റ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ഹൊറിസോണ്ടൽ തിരശ്ചീനമായ ഒരു പരിച്ഛേദമാണ്. അതെങ്ങനെ വരും? ചില സമൂഹത്തിൽ അത് ജില്ലയിലാകും, ചില ജില്ലയിൽ ഒരു പ്രത്യേക പ്രദേശത്താകും, ചില സ്ഥലങ്ങളിൽ ഒരു സ്റ്റേറ്റ് മൊത്തം ഒരു കാസ്റ്റ് ഉണ്ടാവും. ആൻഡ് ഓൾസോ ടേംസ് ടൈം ഔട്ട്സൈഡ് ഇറ്റ്. ചില സമയങ്ങളിൽ ആ ജാതി സ്റ്റേറ്റിന് പുറമേയും ഉണ്ടാകും. ഹോമോ ഹയറാർക്കിക്ചസ് exceptional central and substantive element of the caste system which differentiate from other social system. ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സോഷ്യൽ സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ കാസ്റ്റും മാറ്റങ്ങൾക്ക് വിധേയമാകും. ദ കൺസെപ്റ്റ് ഓഫ് പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി കൺസെപ്ഷ്യസ് ഇൻ ദ കാസ്റ്റ് സിസ്റ്റം ഓൾസോ. അങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ദ കൺസെപ്റ്റ് ഓഫ് പ്യൂരിറ്റി, ശുദ്ധജാതി എന്നും അശുദ്ധജാതി എന്നും പറയുന്ന രീതിയും അവിടെ ഈ പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി ഈസ് ഓൾസോ കൺസിഡേർഡ് എന്ന് പറഞ്ഞാൽ മിശ്ര വിവാഹമുണ്ട്, അതുകൊണ്ട് അത് ഇംപ്യൂർ കാസ്റ്റ് ആണ് എന്നാണ് അവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. 33-ാമത്തെ പേജ് മുതൽ നാളെ അങ്ങോട്ട് തുടങ്ങാമെന്നാണ്. അല്ലെങ്കിൽ ഈ പാരഗ്രാഫ് കൂടെ പറയാം. There are
4 essential features of caste. ജാതിക്ക് എത്ര ഘടകങ്ങളുണ്ട്? 4 ഘടകങ്ങളുണ്ട്. The system which maintain homo hierarchitus character. അത് ഒരേപോലെയുള്ള സ്വഭാവങ്ങൾ കാണിക്കും. 1 ഹയറാർക്കി, 2 കമേഴ്സ്യലിറ്റി, 3 റെസ്ട്രിക്ഷൻസ് ഓൺ മാരേജ്, വിവാഹത്തിലുള്ള നിയന്ത്രണം, തടസ്സം, റെസ്ട്രിക്ഷൻസ് ഓഫ് മാരേജ്, 4 ഹെറിഡിറ്ററി ഒക്കുപ്പേഷൻസ്. ഹെറിഡിറ്ററി ഒക്കുപ്പേഷൻ എന്ന് പറഞ്ഞാൽ പിന്തുടർച്ചപരമായ ജോലി എന്ന് പറഞ്ഞാൽ തെങ്ങ് കയറുന്ന ആളുടെ മകൻ തെങ്ങ് കയറ്റം തന്നെ, കള്ള് ചെത്തുന്ന ആളുടെ മകൻ കള്ള് ചെത്ത് തന്നെ. ഇതെല്ലാം ജാതിയുടെ ഘടകങ്ങളാണെന്നാണ് പറഞ്ഞത്. ഹയറാർക്കി ഉണ്ടാവും ജാതിക്ക് എന്ന് പറഞ്ഞാൽ ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും ഉണ്ടാവും 1. 2 കമേഴ്സബിലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ, കച്ചവടമോ വ്യാപാരമോ മറ്റോ ഉണ്ടാവും. 3 റെസ്ട്രിക്ഷൻസ് ഓഫ് മാരേജ്, ഒരു ജാതി മറ്റൊരു ജാതിയുമായി വിവാഹത്തിന് തടസ്സമുണ്ടാകും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ജാതിയാണ്. 4 ഹെറിഡിറ്ററി ഒക്കുപ്പേഷൻസ്, പിന്തുടർച്ചാപരമായ ജോലി ഉണ്ടാവും ജാതിക്ക്. മോസ്റ്റ് ഓഫ് ദീസ് കാസ്റ്റ് ആർ എൻഡോഗോമസ് ഗ്രൂപ്പ്സ്. എല്ലാ ജാതികളും ഒരേ ജാതിക്കകത്തു മാത്രം നിലനിൽക്കുന്നതാണ്, എൻഡോഗോമസ് ആണ്. ഇൻ്റർ മാരേജ് ബിറ്റ്വീൻ 2 ഗ്രൂപ്പ് ഈസ് ഇംപെർമിസിബിൾ. അപ്പോൾ ജാതിയിൽ അടിസ്ഥിതമായി നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ഇൻ്റർ കാസ്റ്റ് മാരേജ് ഇല്ല. ബട്ട് പാർട്ടിലോം മാരേജസ് ആർ നോട്ട് ഹോളി നോൺ. പക്ഷേ പാർട്ടിലോം മാരേജ് എന്ന് പറഞ്ഞാൽ മറ്റു ജാതികളിലേക്കുള്ള മാരേജ് ആർ നോട്ട് ഹോളി നോൺ, കൂടുതലായി അറിയപ്പെടാത്തൊരു വിഭാഗത്തിനെയാണ് നമ്മൾ ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ജാതി എന്താണെന്ന് സുപ്രീം കോടതി ഇവിടെ കൃത്യമായിട്ട് സുപ്രീം കോടതിയുടെ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ 33-ാമത്തെ പേജിൽ നിർത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടിയുള്ള സമയമാണ്. കേരളത്തിൽ നിന്ന് എന്ത് പ്രക്ഷോഭം ഉണ്ടായെന്ന് സാർ പറയുന്നത്? അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു സ്പ്ലിൻഡർ, ഒരു മോശപ്പെട്ടൊരു സംഗതിയായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്, നമ്മളെ സമൂഹം നോക്കിക്കാണുന്നത്. താഴ്മയിലേക്ക്, കടുത്ത ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണതയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്.